ഓം ശാന്തി. ഈ കലിയുഗത്തിൽ ജയിക്കാൻ ആവശ്യമായ, ജീവിക്കാൻ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ആവശ്യമായ നമ്പർ 1 ആയിരിക്കുന്ന ഒരു കലയാണ് ബാലൻസിങ്. ജീവിതത്തിൽ സുഖദുഃഖം രണ്ടും ഒരുപോലെ ഒഴുകി വരുന്ന സമയം. നന്മ മാത്രം ആർക്കും ഈ കലിയുഗത്തിൽ സംഭവിക്കാറില്ല. നന്മ തിന്മകൾ ഇടകലർന്നു വരുന്നതായിട്ടൊരു സമയമാണ്. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചാൽ തൻ്റെ ജീവിതത്തെ സഫലമാക്കാം എന്നതിൻ്റെ ഉത്തമമായിരിക്കുന്നൊരു മാതൃകയാണ് ശങ്കര മഹാദേവൻ്റെ രൂപത്തിലൂടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ഇത്രയും പെർഫെക്റ്റ് ആയിരിക്കുന്ന വൈരുദ്ധ്യങ്ങളായിട്ടുള്ള സാധനങ്ങളെ ഒന്നിച്ച് തൻ്റെ ശരീരത്തിൽ ധാരണ ചെയ്തുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു മോഡൽ കാണിക്കാൻ ഇത്രയും നല്ല മോഡൽ വേറെ ഒന്നുമില്ല എന്ന് പറയാം നമുക്ക്. നിങ്ങൾക്കറിയാം, ശങ്കരൻ്റെ തലയിൽ, മഹാദേവൻ്റെ തലയിൽ ഗംഗ കാണിക്കുന്നുണ്ട്, വെള്ളമാണ്, ജടയിൽ വെള്ളമാണ്. മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ അഗ്നിയാണ് വരുന്നതെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അഗ്നിയും ജലവും ഒരേ സമയം തൻ്റെ ശരീരത്തിൽ ധാരണ ചെയ്തിരിക്കുന്നു, അഥവാ തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. മറ്റൊന്ന് നോക്കിയാൽ കഴുത്തിൽ, തലയിൽ ആഭരണമായിട്ട് ചന്ദ്രനെ കാണിക്കുന്നുണ്ട്. ചന്ദ്രൻ അമൃതമാണ് എന്നാണ് വിശ്വാസം. അതേസമയം കഴുത്തിൽ വിഷമാണ്. നീലകണ്ഠൻ എന്ന് പറയുന്നത് തന്നെ കഴുത്തിൽ വിഷം തങ്ങി നിൽക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്നത്. കഴുത്തിൽ വിഷവും തലയിൽ അമൃതും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ടും മാക്സിമം ഓപ്പോസിറ്റ്. ഒന്ന് അമൃത്, ഒന്ന് വിഷം. ഒന്ന് വെള്ളം, മറ്റൊന്ന് തീയ്. രണ്ടും ഒരേ സമയം തന്നെ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ സ്വീകരിച്ചിരിക്കുകയാണ്. കഴുത്തിൽ പാമ്പിനെ ആഭരണമായിട്ട് അണിഞ്ഞിരിക്കുകയാണ്. താഴെ ശിവന്റെ പുത്രനായിട്ട് ഗണപതിയെ കാണിക്കുന്നു. ഗണപതിയുടെ വാഹനമാണ് എലി. താഴെ നിൽക്കുന്നത് എലി, കഴുത്തിൽ നിൽക്കുന്നത് പാമ്പ്. പാമ്പ് എലിയെ കണ്ടാൽ പിടിച്ചു തിന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതേസമയം തന്നെ വേറൊരു പുത്രന്റെ വാഹനമായിട്ട് കാണിക്കുന്നു മയില്. മയില് പാമ്പിനെ കണ്ടാൽ വെറുതെ വിടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാമ്പിന്റെ ആഹാരമായിരിക്കുന്ന എലിയും പാമ്പിന്റെ ശത്രുവായിരിക്കുന്ന മയിലും എല്ലാം അവിടെ ബാലൻസിങ് ആണ്. ഇത്രയ്ക്കും വൈരുദ്ധ്യങ്ങളായിരിക്കുന്ന, എല്ലാ ശത്രുക്കളായിരിക്കുന്ന, രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കുന്ന കാര്യങ്ങളെയും ഒരേ സമയം തൻ്റെ ഉള്ളിൽ ധാരണ ചെയ്തിരിക്കുകയാണ്. അതിലേറെ വിശേഷമായിരിക്കുന്നത് ശിവന്റെ പത്നിയായി കാണിക്കുന്നത് പാർവതീനെയാണ്. ശങ്കര മഹാദേവന്റെ പത്നിയായി കാണിക്കുന്ന പാർവതീനെയാണ്. പാർവതീ ദേവിയുടെ വാഹനം പുലിയാണ്. ശങ്കരന്റെ വാഹനം കാണിക്കുന്നത് കാളയാണ്. പുലി കാളയെ പിടിച്ചു തിന്നും, പക്ഷെ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നു. ഒരു ഫാമിലിയിലുള്ളിൽ കാണിച്ചുകൊണ്ട് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളെയും ഒരേ സമയം ബാലൻസിങ് ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അതിന് അദ്ദേഹം ചെയ്യുന്ന കർമ്മം എന്താണെന്നറിയോ നിങ്ങൾക്ക്? മറ്റെല്ലാ ദേവീദേവന്മാരെ കാണിക്കുമ്പോഴും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ളതായിരിക്കുന്ന ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ട് കാണിക്കും. പക്ഷേ ശങ്കരനെ കാണിക്കുമ്പോൾ സദാ ധ്യാനത്തിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് ഈ കലിയുഗത്തിൽ നന്മയും തിന്മയും ഒരേപോലെ പ്രൊജക്റ്റീവായിരിക്കുന്ന സമയത്ത് നല്ല ആളുകളെ ചിലരോട് പെരുമാറുമ്പോൾ നമുക്ക് തോന്നിപ്പോവും ഇവർ ദേവത തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. അത്തരത്തിൽ നന്മയുടെ മാക്സിമം ആയിരിക്കുന്ന വ്യക്തികളും അതേസമയം ഇവർ അസുരനാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ തിന്മയുള്ള വ്യക്തികളും, രണ്ട് കാറ്റഗറിയും അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുന്ന സമയമാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടിൻ്റെയും ഇടയിൽ രണ്ടും ഒരുപോലെ തൻ്റെ ജീവിതത്തിൽ ഇടകലർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം. സുഖം മാത്രം അനുഭവിക്കുന്നവരില്ല, ദുഃഖം മാത്രം അനുഭവിക്കുന്നവരില്ല. ഇവിടെ സ്നേഹത്തിൻ്റെ കൊടുമുടികളെയും നമുക്ക് കാണാൻ കിട്ടും, ചതിയുടെ കൊടുമുടികളെയും നമുക്ക് കാണാൻ കിട്ടും, വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിൻ്റെ കൊടുമുടികളെയും കാണാൻ കിട്ടും, സ്വാർത്ഥതയുടെ മൂർത്തികളെയും നമുക്ക് കാണാൻ കിട്ടും. ഈ കലിയുഗം എല്ലാം കൊണ്ടും വൈവിധ്യമാണ്. ഈ വൈവിധ്യമാർന്ന കലിയുഗത്തിൽ കാല് തെറ്റാതെ അടി പതറാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വിദ്യ, അത് മഹാൻ വിദ്യ. അതുകൊണ്ടാണ് ആദിയോഗി എന്ന് ശങ്കരനെ പറയുന്നത് തന്നെ. ആദ്യത്തെ യോഗ പഠിപ്പിക്കുന്ന യോഗാചാര്യനാണ് പരമാത്മ. അതുകൊണ്ട് തൻ്റെ മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന സാധനയിലൂടെ തൻ്റെ ജീവിതത്തിനുള്ളിൽ എല്ലാ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന എനർജികളെയും ദ സെയിം എമൗണ്ടിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് പൂർണ്ണ ശാന്തചിത്തനായിട്ട് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ഉത്തമ ഉദാഹരണമാണ് ശങ്കരൻ്റെ രൂപത്തിൽ കാണിച്ചിരുന്നത്. അഥവാ നമുക്ക് ആ ഒരു രൂപത്തിലൂടെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഈ കലിയുഗത്തിലെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ മാനാപമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം, സുഖദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം, നല്ലവരും ചീത്തയുമായിട്ടുള്ള ആളുകളുടെ ഇടയിലൂടെ നമുക്ക് ഒന്നിച്ച് കടന്നു പോകേണ്ടി വന്നേക്കാം. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ രക്ഷിച്ചുകൊണ്ടിരിക്കും. മഴക്കാലത്ത് ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം എന്ന പോലെ
നമുക്ക് നോക്കിയാൽ കാണാം, മഴ പെയ്തിട്ട് ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം നിറയുമ്പോൾ ആ ചേമ്പില പതുക്കെ ഒന്ന് ചെരിഞ്ഞു കൊടുക്കും, അതോടെ ആ വെള്ളം അങ്ങ് പുറത്ത് പോകും, അത് വീണ്ടും ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അത് നമ്മളെ സ്പർശിക്കാതെ അത് കടന്നു പോകും. ആ സമയം വരുമ്പോൾ ഒരു പക്ഷെ നമ്മളിൽ അത് കുറച്ച് നേരം തങ്ങി നിന്നെന്ന് വരും, നമ്മുടെ സംഘത്തിൽ വന്നെന്ന് വരും, നമ്മുടെ ഫാമിലിയിൽ വന്നെന്ന് വരാം, നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ വന്നെന്ന് വരാം. പക്ഷെ നമ്മളെ ബാധിക്കാതെ അത് അങ്ങനെ തന്നെ അങ്ങ് ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഒരു കല നമുക്ക് സ്വന്തമാക്കിയേ പറ്റുള്ളൂ, മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന കല. എത്ര സമയം ഒരു മനുഷ്യൻ മെഡിറ്റേഷനിലൂടെ സ്വന്തം മനസ്സിനെ ഏകാഗ്രമാക്കുന്നുണ്ടോ, ധ്യാനത്തിൻ്റെ ശക്തിയിലൂടെ ഈശ്വരനുമായിട്ടുള്ള സമാഗമത്തിൻ്റെ പെർഫെക്റ്റ് ആയിരിക്കുന്ന സ്ഥിതി അനുഭവിക്കുന്നുണ്ടോ, അവിടെ നമ്മുടെ ഊർജം അത് 100% എന്നുള്ള സ്റ്റേജിലേക്ക് ബാറ്ററി ചാർജ് ചെയ്യപ്പെടുകയാണ്. ആ ചാർജ് ചെയ്ത ബാറ്ററി ഒരു പക്ഷെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഊർജ്ജത്തെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഡിസ്ചാർജ് ആയെന്ന് വരാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് 1 മണിക്കൂറിൽ 1 മിനിറ്റ് പറ്റുമെങ്കിൽ 1 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 3 മിനിറ്റ് പറ്റുമെങ്കിൽ അങ്ങനെ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ ഈ കലിയുഗത്തിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കംഫർട്ടബിളാണ്, ഒരു പ്രോബ്ലംസും എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നാളെ ഒരു പ്രോബ്ലം വരുമെങ്കിൽ അപ്പം ചെയ്താൽ എന്ന് വിചാരിക്കരുത്. ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് പ്രതിരോധശേഷി ഇല്ലാത്ത ഒരാൾക്ക് രോഗം വന്നു കഴിയുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം എന്ന പോലെ മനസ്സിൻ്റെ പ്രതിരോധശേഷി നഷ്ടമാകുന്ന അവസ്ഥയാണ് മനസ്സ് പ്രശ്നങ്ങളാൽ രോഗഗ്രസ്തമായിട്ട് മാറുന്നത്. ആ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഫുൾ ഹെൽത്തി മൈൻഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, മാക്സിമം പവർഫുൾ ആയിരിക്കുന്ന സമയത്ത് തന്നെ ദിവസവും പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി, കഴിയുമെങ്കിൽ അരമണിക്കൂർ സമയം. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഏകാഗ്രത കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിക്കൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി രാജയോഗ മെഡിറ്റേഷൻ്റെ കോഴ്സസ് ഈശ്വരീയ വിശ്വവിദ്യാലയങ്ങളിലെല്ലാം അവൈലബിൾ ആണ്. സമയാനുസാരം കൊറോണ കാരണം നിങ്ങൾക്ക് ബ്രഹ്മകുമാരി സെൻറ്റേഴ്സിലേക്ക് എൻട്രി ഉണ്ടാവില്ല, പക്ഷെ ഓൺലൈനിൽ BKS കാലിക്കറ്റിൽ, അതുപോലെ തന്നെ BK ഷീജ എന്നൊരു ചാനലിൽ മാസത്തിലൊരിക്കൽ ലൈവായി തന്നെ ശിബിരം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഒപ്പത്തിനൊപ്പം പല സെൻറ്ററുകളുടെ കണക്ഷനിലും പല ബ്രാഞ്ചസിലൂടെയും അവർ ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ, മലയാളത്തിൽ തന്നെ പല ജില്ലകളുടെ ആധാരത്തിൽ ഓരോരോ സ്ഥലങ്ങളിൽ നിന്നും ഇതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എൻട്രി ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ചാനലിൽ BKSൻ്റെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് അവിടെ ഓൺലൈൻ രാജയോഗ മെഡിറ്റേഷൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഒരു പൈസ പോലും ഫ്രീ കൊടുക്കാതെ ഫ്രീ ആയിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം, വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാം. പഠിച്ചിട്ട് ചെയ്യുമ്പോൾ ഏതൊരു കാര്യവും അറിവിൻ്റെ ആധാരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ആ യാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഉള്ളിലേക്ക് ആ എനർജിയെ നിറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കണ്ണടച്ചിരുന്ന് നമ്മുടെ ശ്രദ്ധയെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് പ്രോപ്പർ ആയിരിക്കുന്ന ഒരു തോട്ട്സിൻ്റെ ഗൈഡിങ് ഇല്ല എങ്കിൽ, ഒരു ഗൈഡൻസ് ഇല്ല എങ്കിൽ മനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അത് ഫാസ്റ്റ് ആയിക്കൊണ്ട് പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലുമുള്ള പല ചിന്തകളിലേക്ക് വ്യാപിക്കാൻ നോക്കേ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതികഠിനമായിരിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു ചാനലിൽ കയറുക, BKSൻ്റെ രാജയോഗ മെഡിറ്റേഷൻ്റെ ക്ലാസ്സുകൾ പഠിക്കുക, ലൈഫിൽ രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ആ സമയം ഒരു കോളും ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് ഓൾ ആളുകളും ഉറങ്ങുന്ന സമയമായിരിക്കും. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും വിജയികളും മാത്രം ഉണരുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അതുകൊണ്ട് ആ സമയത്തുണർന്ന് ഭഗവാനുമായുള്ള കൂടിക്കാഴ്ചയിൽ, ഈശ്വരനുമായിട്ടുള്ള സമാഗമത്തിലൂടെ നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായ ശക്തികൾ ആവാഹിച്ച് ഊർജം നിറച്ച് ഇനി എന്തൊക്കെ തന്നെ പ്രോബ്ലം വന്നാലും ചേമ്പിലയിലെ വെള്ളം പോലെ ചെരിച്ചൊഴുക്കി വിടാനുള്ള ശക്തി ആർജിച്ച് ആ ഫ്ലെക്സിബിലിറ്റി. ചേമ്പിൻ്റെ ഇല കണ്ടിട്ടുണ്ടോ? വളരെ ഫ്ലെക്സിബിൾ ആണത്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആരും പറയേണ്ട, ആരും തട്ടേണ്ട, സ്വയം ചെരിയും ആ വെള്ളം അങ്ങ് പോവും. അതുപോലെ ആ ഫ്ലെക്സിബിലിറ്റിയും ഒപ്പത്തിനൊപ്പം ഉൾക്കൊള്ളാനുള്ളതായിരിക്കുന്ന ശക്തിയും അതിൻ്റെ ഷൈനിങ്ങിനും അതിൻ്റെ ഭംഗിക്കും എല്ലാം ഉതകുന്ന ഒരു കാരണം തന്നെ അതാണ്. അതുകൊണ്ട് ലൈഫിലെ ഫ്ലെക്സിബിലിറ്റി, എല്ലാ കാര്യങ്ങളും ഓപ്പൺ മൈൻഡ്നെസ്സോടെ സ്വീകരിക്കാനും, വേണ്ടതിനെ സ്വീകരിച്ച് വേണ്ടാത്തതാണെങ്കിൽ ഒഴുക്കി വിടാനും, മറ്റുള്ളതിൻ്റെ പ്രഭാവം നമ്മളുള്ളിൽ ഇല്ലാതിരിക്കാനും, എല്ലാം നമ്മുടെ അടുത്ത് വരുമ്പോഴും എല്ലാത്തിനും ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള നമ്പർ 1 കലയാണ് ആർട്ട് ഓഫ് ബാലൻസിങ്. അത് മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്ന സിദ്ധികളിലൊന്നാണ് ബാലൻസ് ചെയ്യാനുള്ള ശക്തി. എത്രത്തോളം നമ്മൾ കെയർഫുൾ ആണോ, ലോകം ഡേ ബൈ ഡേ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, കാര്യങ്ങളുടെ എണ്ണം കൂടുകയാണ്,
ലോകത്ത് പ്രശ്നങ്ങൾ കൂടുകയാണ്. എത്ര തന്നെ ബിസി ആയിട്ട് പോകുമ്പോഴും അത്ര തന്നെ ഈസിയാക്കി മനസ്സിനെ വെക്കണോ? മെഡിറ്റേഷൻ എന്ന ആർട്ടിനെ സ്വന്താക്കണം. അതുകൊണ്ട് ഒട്ടും വൈകാതെ രാജയോഗ മെഡിറ്റേഷൻ്റെ ക്ലാസ്സുകൾ പഠിക്കുക. പ്രാക്ടീസ്ഡ് ആയിരിക്കുന്ന മെഡിറ്റേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. മനസ്സിനെ ശാന്തമാക്കൂ. ധ്യാനത്തിലൂടെ പവർഫുള്ളാക്കി മാറ്റൂ. ലൈഫിൽ എന്ത് തന്നെ വരുമ്പോഴും ബാലൻസ് ചെയ്തുകൊണ്ട് കാം മൈൻഡായിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള ശക്തി നിങ്ങൾക്ക് അനുഗ്രഹമായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.